ഇത് മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളവും പഞ്ചാരക്കൊല്ലി പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ചത്തതാണെങ്കിലും കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ വളരെ ആത്മാർത്ഥമായ ശ്രമത്തെ, റിസ്ക് എടുത്തുകൊണ്ടുള്ള ശ്രമത്തെ ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളോട് നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അവിടെ രാത്രി മുതൽ കണ്ടു, പിന്നെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നൊരു കടുവ തന്നെയാണിത്. പിലാക്കണ്ടി, പിലാക്കാവ് അവിടെ കണ്ടത്. അത് നേരത്തെ തന്നെ അവരിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ടീം അവിടെ, ഞാൻ പറഞ്ഞില്ലേ, ആ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം അവിടെ തന്നെ നേരത്തെ മുതലേ ക്യാമ്പ് ചെയ്യും, കടുവയുടെ മൂവ്മെൻറ്റ്സ് കാണുകയും ക്യാമറയിൽ അതിൻ്റെ ചിത്രം വരും. അവിടെ വെച്ച് നമ്മൾ നേരത്തെ തീരുമാനിച്ച വിധത്തിലുള്ള ഓപ്പറേഷൻ നടത്താൻ കഴിയുമെന്ന ധാരണയോടുകൂടിയാണ് അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമിനെ നിശ്ചയിച്ചത്. പക്ഷെ അത് വേണ്ടി വന്നില്ല. ഒരർത്ഥത്തിൽ അതാണ് ഒരു വന്യമൃഗമായാലും വെടിവെച്ച് കൊല്ലുക എന്നത് അതൊരു വേറൊരു തലം അതിനുണ്ടല്ലോ. ആ തലത്തിലേക്ക് പോകാതെ ജനങ്ങൾക്ക് രക്ഷയുണ്ടാകുന്നൊരു പ്രക്രിയ അവിടെ നടന്നു എന്നതിലുള്ള സന്തുഷ്ടിയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. കൊന്നു എന്നതിലുള്ള സന്തോഷമല്ല. ജനങ്ങളുടെ ഭയാശങ്കകൾ മാറ്റാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് സന്തോഷകരമായ കാര്യം. അല്ല, സംശയങ്ങൾ പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്. പുൽപ്പള്ളി, ഇങ്ങനെ 3-4 സ്ഥലങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ 3 സ്ഥലങ്ങളിൽ ഒരു പൊതു നിരീക്ഷണം, ഇപ്പോൾ ഇവിടെ നടക്കുന്ന നിരീക്ഷണത്തിന് പുറമെ ഈ സ്പെഷ്യൽ ടീം തന്നെ, RRT ടീം തന്നെ അവിടെ ഈ പ്രദേശങ്ങളിൽ ഒരു പരിശോധന, നിരീക്ഷണം നടത്തി അതിന്മേൽ ഒരു നിഗമനത്തിലെത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കടുവയുടെ ദേഹത്തുള്ള മുറിവുമായി ബന്ധപ്പെട്ട് ഈ കടുവകൾ തമ്മിലുള്ള ആക്രമണം തന്നെയാണോ, അങ്ങനെയാണോ? അല്ലാതെ മുറിവുകൾ എങ്ങനെ പറ്റിയെന്നൊക്കെ പോസ്റ്റ്മോർട്ടത്തിലേ മനസ്സിലാവുള്ളൂ. മുറിവുകൾ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അത് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു. നമ്മുടെ വനത്തിനകത്ത് എന്തോ കാരണങ്ങളാൽ മൃഗങ്ങൾ മുറിവേൽക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ് എന്നതിന് പല വ്യാഖ്യാനമുണ്ടെങ്കിലും അതിന് സാധാരണ നിലയിൽ ആരെങ്കിലും മനഃപൂർവ്വം മുറിവേൽപ്പിച്ചതാകാം സാധ്യത. 2, അവർ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലിൽ മുറിവുകൾ സംഭവിക്കാൻ സാധിക്കും. അവരേക്കാൾ വലിയ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചതിൻ്റെ ഫലമായും മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പല സാധ്യതകളാണ്. ആ സാധ്യതകൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ എന്തൊരു കോലാഹലമായിരുന്നു. സംഭവിക്കുന്നുണ്ട്, അത് നമുക്കായിരിക്കും. പക്ഷേ എന്താണ് എന്നത് കണ്ടുപിടിക്കണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ശ്രമകരമായ ഒരു ജോലിയിലൂടെയും ഒരു സ്പെഷ്യൽ നിരീക്ഷണത്തിലൂടെയും മാത്രമേ അതൊക്കെ കണ്ടുപിടിക്കാൻ. അതൊക്കെ നമ്മൾ ആലോചിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. അദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കൂടി പറഞ്ഞു, തുടർച്ചയായി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു നിർദ്ദേശത്തെ. അപ്പോൾ അദ്ദേഹം അത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സമ്മതത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്.